റമദാന്റെ ആദ്യ ദിനം മാർച്ച് 1-നാണ് ഷാർജയിൽ ഇൻകാസിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ ടെന്റും വിരുന്നും തുടങ്ങിയത്. വിവിധ മേഖലകളിലുള്ള നിരവധി പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ എത്തി ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. മലയാളികൾ ഏറ്റവും കൂടുതലായി എത്തുന്ന ഇഫ്താർ സംഗമത്തിലാണ് കേരളത്തിൽ ലഹരിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത്. നാട്ടിൽ ലഹരിക്ക് അടിമകളായവരെ മാറ്റിയെടുക്കാൻ പ്രവാസികളും രംഗത്തിറങ്ങണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. നമ്മുടെ പുതിയ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതിപ്രസരത്തിൽ നിന്ന് നാടിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അതിനകത്ത് ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടേണ്ട ഒരു കാലഘട്ടമാണ്. ഇൻകാസ് UAE പ്രസിഡന്റ് സുനിൽ അസീസ് അധ്യക്ഷത വഹിച്ചു. വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ VT സലീം, സുബൈർ, പ്രശാന്ത്, ബഷീർ, SM ജാബിർ, ബിജു എബ്രഹാം, സിന്ധു മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. 1000-ലധികം പേരാണ് ഓരോ ദിവസവും ഇൻകാസിന്റെ ഇഫ്താർ ടെന്റിൽ എത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, ഷാർജ.